ഞാൻ ഓർക്കുന്നു ജയൻ നമ്മെ വിട്ടുപോയ ആ ദിവസം മദ്രാസിൽ എയർഫോഴ്സിൻ്റെ എയറോഡ്രോമിൽ വെച്ചിട്ട് ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു. അപ്പോൾ ഈ ഹെലികോപ്റ്ററിലുള്ള എപ്പിസോഡിലാണല്ലോ ഒരു ഈ ആക്സിഡൻറ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാനതിന് കുറച്ച് മാറിയിട്ടൊരു റൂമിൽ ഞാനും എം.എൻ. നമ്പ്യാരും ഞങ്ങൾ രണ്ടുപേരും മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ആ സീൻ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സീനുള്ളൂ. അതുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭയങ്കര ശബ്ദം കേൾക്കണം. ജനലിൽ കൂടെ നോക്കിയപ്പോൾ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണം. അപ്പോൾ ആരോ ഓടി വന്ന് പറഞ്ഞു ഇങ്ങനെയാണ് അവിടെ ഹെലികോപ്റ്റർ ആക്സിഡൻറ്റ് ഉണ്ടായി. ഞാനും അദ്ദേഹം ഉടനെ അവിടെ കിടന്ന് വണ്ടിയിൽ അവിടെ ചെന്നു. ഞങ്ങൾ ഇറങ്ങും കുറച്ച് ദൂരം ഉണ്ടായിരുന്നു, 1/2 കിലോമീറ്റർ ദൂരെയാണ് ഈ ഷൂട്ടിങ് നടക്കുന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് ജയനെ അവിടുന്ന് കാറിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരുന്നു. അടിവട്ട ഹെലികോപ്റ്റർ ഇവിടെ കിടപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ഉടനെ പോയി കയറിയ കാറിൽ തന്നെ നേരെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ എല്ലാവരെയും അങ്ങോട്ട് കയറ്റി വിടണില്ല. 4-5 പേരുണ്ടായിരുന്നു ഞങ്ങൾ. അപ്പോൾ എന്നെ മാത്രം അകത്തോട്ട് ഹോസ്പിറ്റലിനകത്തേക്ക് കയറ്റി വിട്ടു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് ജയൻ്റെ ഡെഡ് ബോഡിയാണ്, ജീവനില്ലാത്ത ജയനെ. അപ്പോഴും ജീവനുള്ളതുപോലെ കിടക്കുന്നു. ചെന്നൈ എയർപോർട്ടിൽ പോയി. എയർപോർട്ടിൽ നിന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് വന്നു. ട്രിവാൻഡ്രത്ത് നിന്ന് കൊല്ലത്ത് പോയി. അവിടെ ഹാളിൽ അവിടെ എല്ലാ നാട്ടുകാർക്ക് കാണാൻ വേണ്ടി വയ്ക്കുന്ന ആ അവസരം വരെ ഞാനുണ്ടായിരുന്നു കൂടെ. പിന്നെ നിൽക്കാൻ വയ്യ ഞാൻ തിരിച്ചു പോയി. ഇത്രയും അധികം പരിശ്രമിക്കുന്ന, എത്ര ജോലി ചെയ്താലും ക്ഷീണിക്കാത്ത ഒരു വ്യക്തി ഞാൻ കണ്ടിട്ടില്ല. ക്ഷീണം എന്നൊരു വാക്ക് ഒരിക്കലും ജയൻ്റെ വായിൽ നിന്ന് വന്നിട്ടില്ല. രാത്രി മുഴുവൻ ജോലി ചെയ്താലും പിറ്റേ ദിവസം കാലത്തേക്ക് ജോലി ചെയ്യാൻ പോകും. ഈ നെവർ ഗെറ്റ്സ് ടയർഡ്. എങ്ങനെ ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ. ജയൻ്റെ പടങ്ങൾ നിങ്ങളെല്ലാവരും കാണുന്നതാണ്. പക്ഷെ വിട്ടുപോയെങ്കിലും ഇന്നും ആ ചെറുപ്പത്തോടെ ജയൻ നമ്മുടെ കൂടെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ ഇത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിരുന്നു ജയൻ്റെ വാർഷികം, അതിൻ്റെ ആഘോഷങ്ങൾ. ഒരാളുണ്ട് തൃശ്ശൂർ. അയാൾ ജയൻ്റെ വേഷത്തിൽ കൂളിംഗ് ഗ്ലാസ്സുമൊക്കെ വെച്ചിട്ട് തട്ടുകട നടത്തുന്നു. അയാളിവിടെ വന്ന് എൻ്റെ അടുത്ത് വന്നിരുന്നു. അയാൾ എന്നോട് പറഞ്ഞത് ഇത് ഈ വേഷം കിട്ടുന്നതിന് മുമ്പേ തട്ടുകടയിൽ ബിസിനസ് വളരെ കുറവായിരുന്നു. അപ്പോൾ ഈ ജയനായിട്ട് ഇവിടെ നിന്നിട്ട് കച്ചവടം തുടങ്ങിയപ്പോൾ ഇപ്പോൾ നല്ലപോലെ കച്ചവടം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മരിച്ചത് വലിയൊരു ദുഃഖം തന്നെയാണ്. ഇപ്പോൾ ജയൻ ജീവിച്ചിരുന്നതിൽ ഒരു 44 വയസ്സ് കൂടുതലും തന്നെ. ഒരുപക്ഷെ അപ്പോഴത്തെ പോലെയുള്ള ഫാൻ ഫോളോയിങ് ഇപ്പോൾ ഉണ്ടാവില്ല എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഏതായാലും ജയൻ്റെ ശരീരം നമ്മിൽ നിന്ന് അകന്നു പോയെന്ന വരിയിലും ജയൻ്റെ ആത്മാവിന്ന് മലയാളികളുടെ പ്രത്യേകിച്ച് സിനിമാ പ്രേമികളുടെ ഹൃദയത്തിൽ ഇന്നും ജീവിച്ചിരിക്കുന്നു. അത് ആ ചെറുപ്പത്തോടെ ജീവിച്ചിരിക്കുന്നു. സത്യത്തിൽ വലിയ അത്ഭുതമാണ്. മരിച്ചതിൻ്റെ ദുഃഖം മാറുന്നത് ഇന്നും ജയൻ ചെറുപ്പമായിട്ട് കേരളീയരുടെ മനസ്സിൽ ജീവിച്ചിരിക്കുന്നല്ലോ എന്നുള്ളതാണ്. ഞാനിത് പറയുമ്പോൾ ഞാൻ ജയനെ ഓർത്തു പോകുന്നു. കാരണം ഞങ്ങൾ തമ്മിൽ വളരെ ക്ലോസ് റിലേഷൻഷിപ്പായിരുന്നു. പല സിനിമകളിലും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. മിക്കവാറും ഞാൻ ഷൂട്ടിങ്ങിന് പോകുന്നതും വരുന്നതും ജയൻ്റെ കാറിൽ ജയൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇടതുവശിരുന്നിട്ടായിരുന്നു. ഇത് ഒരു ലോങ് ട്രിപ്സൊക്കെ അങ്ങനെ പോകേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ എൻ്റെ മനസ്സിലും അത് ഇപ്പോഴും ആ പ്രായത്തിൽ ജയൻ ജീവിച്ചിരിക്കുന്നു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു, അനുഭവിക്കുന്നു.